ഹലോ എവരിബഡി, വെൽക്കം ടു ആസ്പയർ ഡിഫൻസ് മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമി. ഇന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന MNSന്റെ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞു. 17th ജൂണിന് MNSന്റെ ആപ്ലിക്കേഷൻ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എവിടെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, അതിനെപ്പറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, പറഞ്ഞു ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നു. ഇതാണ് നോട്ടിഫിക്കേഷൻ്റെ സ്ട്രക്ചർ. ഇതിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിന് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നീറ്റിൽ നല്ല സ്കോറുള്ള എല്ലാ കുട്ടികളും നീറ്റ് ക്വാളിഫൈ ചെയ്തവരും ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ അയക്കുക. മിസ് ചെയ്യരുത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വഴിയേ കാണാം. കാരണം ഇത്രയും നഴ്സിങ്ങിന് ഇത്രയും നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റി വേറെ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാണ്ട് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പം 2 ഡേറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന് 17th ജൂൺ 2025 ഇതിന്റെ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പം ഇനിയുള്ളത് 30th ജൂൺ 2025 ഇതിന്റെ ആപ്ലിക്കേഷന്റെ എൻഡ് ഡേറ്റ് ആണ്. അപ്പം ഈ 30th ജൂൺ വരെ നിങ്ങൾ കാത്തു നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും ആർമിയുടെ വെബ്സൈറ്റിൽ ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നത് കാരണം ഹാങ് ആവാൻ ചാൻസ് ഉണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ അത്രയും സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാം ആണിത്. അപ്പോൾ 30th ജൂൺ വരെ കാത്തു നിൽക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിന്റെ ആർമിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യണം. ഇനി ഹൗ ടു അപ്ലൈ, www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റിലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പം അവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിന് ഏജ് ലിമിറ്റ് ഉണ്ട്. 1st October 2000 30th September 2008 നടുക്ക് ജനിച്ചിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പം ഈ ഡേറ്റിന് നടുക്കുള്ള എല്ലാ കുട്ടികളും നീറ്റിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികളും ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ അപ്ലൈ ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. എന്തുകൊണ്ട് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഴ്സിംഗിന്റെ കൂടെ ഒരു കരിയറാണ് കിട്ടുന്നത്. നോർമലി നിങ്ങൾ നഴ്സിംഗ് ആസ്പിറൻസ് എല്ലാം കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് അക്കോമഡേഷൻ്റെ കാശ്, ഫീസ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ നഴ്സിംഗ് പഠിക്കുകയാണ് ചെയ്യുന്നത്. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ജോലി നിങ്ങൾ സ്വന്തമായിട്ട് നോക്കണം. ആ ജോലി പോലും ചെറിയൊരു ശമ്പളത്തിലാണ് നോർമലി ജോലി കിട്ടുന്നത്. അതിനുശേഷം നിങ്ങൾ ഒരുപാട് വർഷം ജോലി എടുത്തതിന് ശേഷമാണ് നിങ്ങൾ ഫോറിനിലോ അല്ലെങ്കിൽ ലണ്ടനിലോ സൗദിയിലോ അല്ലെങ്കിൽ ഗൾഫിലോ പോയിട്ട് നിങ്ങൾക്കൊരു നല്ല ശമ്പളം തന്നെ കിട്ടുന്നത്. അപ്പം ഇത് അങ്ങനെയല്ല. ഇത് നിങ്ങൾ പഠനം ഫുള്ള് ഫ്രീ ആണ്. അത് നമുക്ക് വഴിയെ കാണാം. പഠിത്തത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ലെഫ്റ്റനന്റ് റാങ്കിൽ, കമ്മീഷൻ റാങ്കിൽ ഒരു ജോലിയാണ് ഇന്ത്യൻ ആർമി വാഗ്ദാനം ചെയ്യുന്നത്. അത് നല്ല ഒരു ശമ്പളത്തോട് കൂടിയുള്ള ജോബും കൂടിയാണ്. അപ്പോൾ അത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഏത് നഴ്സിംഗ് ആസ്പിറൻസിനും ഇതുപോലത്തെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വേറെ ഇല്ല. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്, അതായത് MNS ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് പഠിക്കുന്നത് 6 പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ്. കോളേജ് ഓഫ് നഴ്സിംഗ്, AFMC പൂനെ, അതേപോലെ കൊൽക്കത്ത, അശ്വിനി, ന്യൂഡൽഹി, ലക്നൗ, ബാംഗ്ലൂർ, ഈ 6 പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം ലഭിക്കും. ട്രെയിനിങ്ങിന്റെ ടൈമിൽ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫ്രീ ഫുഡാണ്, ഫ്രീ അക്കോമഡേഷൻ ആണ്, യൂണിഫോം അലവൻസ് കിട്ടും, മന്ത്ലി സ്റ്റൈപ്പൻഡ് ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ നഴ്സിംഗ് പഠിക്കാൻ പറ്റിയ അവസരം വേറെ എവിടെയുമില്ല. അതുകൊണ്ട് അതിനുശേഷം നിങ്ങൾ ലെഫ്റ്റനന്റ് റാങ്കിൽ നിങ്ങൾ കമ്മീഷൻഡ് റാങ്കിൽ നിങ്ങൾക്ക് ആർമിയിലേക്ക് ഇൻഡക്ട് ചെയ്യാനുള്ള അവസരമാണ്. ഇത് ഒരു സാധാരണ കാര്യമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുശേഷം മേജർ ജനറൽ വരെ ഉയരാനുള്ള ഒരു അവസരമാണ് അവിടെയുള്ളത്. നിങ്ങൾ ലെഫ്റ്റനന്റ് റാങ്കിൽ കയറുന്നു, ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനന്റ് കേണൽ, ബ്രിഗേഡിയർ, മേജർ ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടോപ്പ് ലെവലിലൊരു പോസ്റ്റാണ്. ഒരു നഴ്സിംഗ് കോളേജിലൂടെ നിങ്ങൾ ഒരു നോർമൽ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു നഴ്സിംഗിലോ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം എവിടെയും കിട്ടാനില്ല. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം മേജർ ജനറൽ എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റിന്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഇത് ഒരു നോർമൽ ഒരു നഴ്സോ ഡോക്ടറോ അല്ല, ആ ലെവലിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. കളയരുത്. ഇനി MNSന്റെ സെലക്ഷൻ പ്രൊസീജിയറിനെ പറ്റി നമുക്ക് നോക്കാം. സെലക്ഷൻ പ്രൊസീജിയർ 4 ക്രൈറ്റീരിയയിലൂടെയാണ് പോകുന്നത്. നീറ്റ് എക്സാം, MNS CBT എക്സാം, സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ ആൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഇതിനെ 3 ആധാരമാക്കിയിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇന്ത്യൻ ആർമി പ്രസിദ്ധീകരിക്കും.
അപ്പം നീറ്റ് എക്സാം ഓൾറെഡി കഴിഞ്ഞു. അപ്പം നീറ്റിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നീറ്റ് എക്സാം കഴിഞ്ഞ കുട്ടികൾ MNS അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. MNS അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ 2 എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. MNS ആൻഡ് CBT എക്സാമും സൈക്കോളജിക്കൽ ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തണം. ഇത് നിങ്ങൾക്ക് കോൾ ലെറ്റർ വന്നതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിക്കരുത്. കാരണം കോൾ ലെറ്റർ വന്നതിന് ശേഷം നിങ്ങൾക്ക് മാക്സിമം 1 വീക്ക് ഓർ 2 വീക്സ് മാക്സിമം അത്രേ കിട്ടുള്ളൂ. അപ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് കോൾ ലെറ്റർ വരും. നിങ്ങൾ ഡൽഹി കണ്ടോൺമെന്റിൽ പോയിട്ട് അത് അറ്റൻഡ് ചെയ്യണം. ഈ ഡൽഹി കണ്ടോൺമെന്റിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ പറയുമ്പം അതൊക്കെ ഡൽഹി വരെ പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളതിനെ മാറ്റി നിർത്തരുത്. അതൊക്കെ ജസ്റ്റ് ഒരു വണ്ടി കയറിയാൽ എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇതൊക്കെ നടക്കാറുണ്ട്. ഇതൊക്കെയായിരുന്നു പല നമ്മളുടെ പ്രീവിയസ് ഇയർ സ്റ്റുഡൻസ്, നമ്മൾ കോച്ചിങ് കൊടുക്കുന്ന പ്രീവിയസ് ഇയർ സ്റ്റുഡൻസിനുള്ള പ്രശ്നങ്ങൾ. അവിടെ വരെ പോകണമല്ലോ, ആരും വരാൻ കൂടെയില്ല എന്നൊക്കെയുള്ളത്. അതിനൊക്കെയുള്ള ഗൈഡൻസ് നമ്മൾ തരും. അപ്പം MNS ആൻഡ് CBT എക്സാമിന് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ കോൾ ലെറ്റർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇനി MNS CBT എക്സാംസ്, ഈ CBT എക്സാംസിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. MNS CBT എക്സാംസിൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ജനറൽ ഇന്റലിജൻസ്, ഈ 3 സെക്ഷനിലാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പം ഇത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താലാണ്, അല്ലെങ്കിൽ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈസി ആയിട്ട് MNS ക്ലിയർ ചെയ്യാൻ പറ്റുക. MNS ഈസിയാണ്, ബട്ട് പ്രിപ്പറേഷൻ നല്ല ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, നല്ല ഗൈഡൻസോടുകൂടെ പ്രിപ്പയർ ചെയ്ത് ഇതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് സൈക്കോളജിക്കൽ ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ ആണ്. അതിനും അത്യാവശ്യം ഒരു മെന്റർഷിപ്പോ അല്ലെങ്കിൽ ഗൈഡൻസോ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുക. ഇതിൻ്റെതും ഗൈഡൻസ് നിങ്ങൾ എടുക്കേണ്ടതാണ്. സ്വന്തമായിട്ട് പഠിച്ചിട്ട് ക്ലിയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് അവസരങ്ങൾ വെറുതെ പാഴാക്കുന്നതിനേക്കാൾ നല്ല ഒരു ഗൈഡൻസോടുകൂടെ ചെയ്യുന്നതാണ്. ഇത് നമ്മളുടെ പ്രീവിയസ് ഇയർ സ്റ്റുഡൻസിന്റെ ലിസ്റ്റാണ്. ഞങ്ങൾക്ക് AIR ഓൾ ഇന്ത്യ റാങ്ക് 26 തൊട്ടിട്ടുള്ള കുട്ടികൾ ഞങ്ങളുടെ അടുത്ത് പഠിച്ചിട്ട് എക്സാം ക്ലിയർ ചെയ്തിട്ട് കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലരും ഇപ്പം സർവീസിലുണ്ട്. ഞങ്ങൾ ഒരുപാട് വർഷമായിട്ട് MNS കോച്ചിങ് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത്രയാണ് ലിസ്റ്റ് ഉള്ളത്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ കോച്ചിങ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നീറ്റ് സ്കോർ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക എന്നുള്ളതാണ്. 9188909577 എന്ന നമ്പറിൽ നിങ്ങളുടെ പ്രസന്റ് നീറ്റ് സ്കോർ സഹിതം നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള പ്രൊസീജിയർ, കോച്ചിങ് എടുക്കാനുള്ള പ്രൊസീജിയർ അയച്ചു തരുന്നതാണ്. അപ്പോൾ 2025 MNS അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, നിങ്ങൾക്ക് കോച്ചിങ്ങിന് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ 50 സ്റ്റുഡൻസിന് മാത്രമാണ് നമ്മൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. നിങ്ങൾക്ക് നേരത്തെ കാണിച്ച നമ്പറിലേക്ക് നിങ്ങളുടെ നീറ്റ് സ്കോർ സഹിതം വാട്സാപ്പിൽ റിക്വസ്റ്റ് ചെയ്യാം. കോച്ചിങ് പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട്. അതോടൊപ്പം തന്നെ 2026 MNS അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഞങ്ങൾ അതിനും ഒരു 50 പേരുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലാസ്റ്റ് മൊമെന്റിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം നീറ്റിനെ നന്നായി പ്രിപ്പയർ ചെയ്യുക. അതോടൊപ്പം തന്നെ MNS ഈ CBT ക്ലാസ്സസ് ഒരു ദിവസം വളരെ ചെറിയൊരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ ഗുണം എന്ന് വെച്ചാൽ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത വർഷത്തെ MNS ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നീറ്റിന് നന്നായി പ്രിപ്പയർ ചെയ്യുക. അപ്പം അതിനാഗ്രഹമുള്ള കുട്ടികളും നിങ്ങൾ ജസ്റ്റ് നേരത്തെ കാണിച്ച വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ 2026 ബാച്ചിലേക്ക് ഞങ്ങൾക്ക് ട്രെയിനിങ് അല്ലെങ്കിൽ കോച്ചിങ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ 50 സ്റ്റുഡൻസിനേ ഉള്ളൂ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ മറക്കണ്ട, ലാസ്റ്റ് ഡേറ്റ് 30th ഈ 2025 അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് ലാസ്റ്റ് ഡേറ്റ് 30th ജൂൺ 2025 ആണ്. അത് എത്രയും പെട്ടെന്ന് വെബ്സൈറ്റ് ഹാങ് ആകാത്ത സമയം നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാ MNS ആസ്പിറൻസിനും 2025 എല്ലാ MNS ആസ്പിറൻസിനും എൻ്റെ ആശംസകൾ. താങ്ക് യു വെരി മച്ച്.